ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന സാവകാശനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐ യു ആൾ ഹാപ്പി? സന്തോഷമാണോ? കണ്ടിട്ടൊരു സന്തോഷമില്ലല്ലോ. ഐ യു ഹാപ്പി? യെസ് ഓർ നോ? യെസ്. കർത്താവിൻ്റെ സന്നിധി വരുമ്പം കുറഞ്ഞ വർഷം നമുക്കൊരു ഹൃദയത്തിലൊരു സന്തോഷം ഉണ്ടാകണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഓഫ് കോഴ്സ്. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിലായിരുന്ന സമയത്തും ദൈവത്തിൻ്റെ കരുണ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചതിനൊക്കെ സഭയോടുള്ള നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എന്നോട് പേഴ്സണലായിട്ട് ഇടപെട്ട ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ബട്ട് ഐ ബിലീവ് ചർച്ചിനത് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രാഥമികമായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 36, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യവും 12-ാമത്തെ അധ്യായത്തിന് 1-2 വാക്യങ്ങൾ. സകലവും അവനിൽ നിന്ന് അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. 12-ന്റെ 1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ആ വാക്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആ വാക്യത്തിലോട്ട് പിന്നെ മടങ്ങി വരാം. So to read a verse from Matthew chapter 24 verse 3. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം. Matthew chapter 24 verse 3. Sorry, 23 verse 3. 23-ന്റെ 3. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. Therefore, whatever they tell you to observe, that observe and do, but don't do according to verse 3. Okay? Scribes and the Pharisees sit in the Moses seat, verse 2, verse 3. Therefore, whatever they tell you to observe, that observe and do, but don't do according to their works, for they say and they don't do. Is that right? ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യില്ലതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലതാനും. വളരെ സ്ട്രോങ് ആയിട്ടൊരു വാക്യമാണ് ശരിക്കും പറഞ്ഞത്. പരീശന്മാരോടും സദൂക്യരോടും നമുക്കറിയാം, പരീശന്മാരോടും സദൂക്യരോടും കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് അവരോട് സംസാരിച്ച ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളാരും പരീശന്മാരും സദൂക്യരും ഒന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. സോ ദാറ്റ്സ് നോട്ട് ദ ഇൻറ്റൻറ്റ് ഓഫ് കോട്ടിങ് ദാറ്റ് വേഴ്സ്. നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാകണം, കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുവാനായിട്ട് മനസ്സ് വെക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും, നമ്മൾ ഓരോരുത്തരും കർത്താവിനെ നമ്മൾ അനുസരിക്കാനായിട്ട് മനസ്സ് വെച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ. പക്ഷേ ഹൗ ഡീപ്പ് ദാറ്റ് റിലേഷൻഷിപ്പ് ദ ലോർഡ് ഈസ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രം ആഴമുള്ളതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേഴ്സ് ഒന്നുകൂടെ ഒന്ന് വായിക്കൂ. വേഴ്സ് 2 and 3 ഒന്നുകൂടെ വായിക്കാം. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അതാ വാക്കിയില്ലേ? അതുകൊണ്ടോ? ഉണ്ടല്ലോ അല്ലേ? അതെ. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല താനും. ഇത് പരീശന്മാരുടെ ഒരു അവസ്ഥയാണ്. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വി സേ എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ പാട്ടുകളൊക്കെ പാടുമ്പോഴും ഒക്കെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹൗ ഡീപ്പ് ദാറ്റ് whatever we are saying, നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും എത്രമാത്രം ഡെപ്ത് ഉണ്ട് എന്നുള്ളത് ദൈവം എന്നോട് ചോദിക്കുക. ഞാൻ നിങ്ങളോട് ആ ചിന്ത നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. ഹൗ ഡീപ്പ് ദാറ്റ് whatever you are saying to the Lord. ഞാനതാ ചോദിച്ചത്. നമ്മൾ ദൈവസന്നിധിയിലോട്ട് കടന്നു വരുമ്പോൾ യു ഷുഡ് റിയലി ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, the same question applies to you. നിങ്ങളോടും അതേ ചോദ്യം ഞാൻ ചോദിക്കുക. ഹൗ ഡീപ്പ് ഈസ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്? നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിനും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കർത്താവ് പോലും ആ കാര്യം തെറ്റാണെന്ന് പറഞ്ഞില്ല അല്ലേ?
അവർ പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, therefore whatever they tell you to observe, that you observe and do, but don't do according to what their works. അപ്പോൾ അവർ നമ്മുടെ പ്രവൃത്തികളെ നോക്കി കഴിയുമ്പോൾ അവർ മറ്റുള്ളവർക്ക് പറയാനായിട്ട് കഴിയുമ്പോൾ യെസ്, ഇറ്റ് ഈസ് റിയലി മാഗ്നിഫൈങ് ദ ലോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പൈതലാണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മളോട് കർത്താവിൻ്റെ പുറത്തുനിന്ന് ഒരാൾ നമ്മളോട് പറയുവാനായിട്ട് കഴിയുമോ? പരീശന്മാരെക്കുറിച്ച് കർത്താവിനത് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പലരോടും ക്ഷമിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഞാനും ആശറും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഇരിക്കട്ടെ, അപ്പോൾ ആശറിനോട് ഞാൻ ക്ഷമിച്ചു കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അതൊരു വളരെ സൂപ്പർഫിഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന് പ്രോബബ്ലി അതിനകത്ത് വലിയ കോസ്റ്റൊന്നും ഞാൻ പേ ചെയ്യേണ്ടി വരുന്നില്ല, ഒരു പക്ഷേ ഞാനോട് ക്ഷമിച്ചു എന്ന് പറയുന്നത്. പക്ഷേ അത് എപ്പോഴാണ് അത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? അത് എവിടെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? എഗെയിൻ നെക്സ്റ്റ് ടൈം ഞങ്ങൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെയാണിത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. വാട്ട് കംസ് ഔട്ട് ഓഫ് യുവർ മൈൻഡ്. നമ്മളീ പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ഷമിച്ചു മോനെ, എവറിത്തിങ് ഈസ് ഗുഡ്, എവറിത്തിങ് ഈസ് ഫൈൻ, ഐ ലവ് യു, പ്രൈസ് ദ ലോർഡ്, ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് അവർ ഡിയർ ബ്രദർ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാണ് പിരിഞ്ഞത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞതെല്ലാം കറക്റ്റാണ്, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല, ഇൻറ്റൻഷനും കൊണ്ട് ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഹൗ ദാറ്റ്, അത് എപ്പോഴാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? നെക്സ്റ്റ് ഈവൻറ്റ്, അടുത്ത ഇവൻറ്റിൽ ഏതോ ഒരു സമയത്ത് ഞങ്ങൾ തമ്മിലുള്ളൊരു വിഷയത്തിൽ വന്നപ്പോഴത്തേക്കും വാട്ട് കമ്മിങ് ഔട്ട് ഓഫ് മൈ മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണ്? ദാറ്റ് റിയലി പ്രൂവ്സ് ദ ഡെപ്ത് ഓഫ് ദാറ്റ് ആക്ഷൻ ഐ ഹാവ് ഡൺ. ഞാൻ ആ ക്ഷമിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിനകത്തുള്ള ഡെപ്ത് മനസ്സിലാക്കുന്നത് അടുത്ത ഈവൻ്റ് കർത്താവ് എന്നെ കാണിച്ചു തരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ഈവൻറ്റിൽ പുറത്തു വരുന്നത് മൊത്തം ക്യാൻസ് ഓഫ് വേംസ് ആണെങ്കിൽ ഞാൻ എന്താ പറയണ്ടേ? ഇതാണ് കർത്താവ് അവരുടെ ജീവിതത്തിൽ കണ്ടത്. ഇവരുടെ ജീവിതത്തിൽ കണ്ട കാര്യം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിൽ അടുത്തോട്ട് ചെല്ലുമ്പോൾ വാട്ട് ഈസ് റിയലി കമ്മിങ് ഔട്ട് ഈസ് നോട്ട് റിയലി എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് സേയിങ് അബൌട്ട്. നീ പറയുന്ന കാര്യം അല്ല ഈ പുറത്തു വരുന്നത് എന്നത് കാണുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിന് ഭയങ്കര വിഷമവും. നിങ്ങൾ ഒടുവിലത്തേക്ക് നിങ്ങൾ 37-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ യു റീഡ് വേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 37 എന്ന് വായിച്ച 37-ാമത്തെ വാക്യം. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാർ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ വളരെ ദുഃഖകരമായ ചില സ്റ്റേറ്റ്മെൻ്റാണ് ആ പറയുന്നത് അല്ലേ? യെരൂശലേമിനോട് പറയുകയാണ്, നിങ്ങൾ ഇനിയും എന്നെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല, ഐ വിൽ നോട്ട് ബി ദേർ വിത്ത് യു എന്ന് പറയുന്ന ഒരു ദുഃഖകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യെരൂശലേമിനെ കുറിച്ച് പറയുന്നതായിട്ടൊരവസ്ഥ. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് ഇടയാക്കിയതിൻ്റെ കാരണം? ബിക്കോസ് ദർ ഇസ് നോ ഡെപ്ത് ഇൻ ദർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ആഴമില്ലാത്തൊരു ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അവർ ഫോളോ, അല്ലെങ്കിൽ ഒരു വിശ്വാസമായിരുന്നു അവർ മുമ്പോട്ട് വന്നത്. അപ്പോൾ ഇന്നും നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ കർത്താവ് പറയുന്ന ധൂർത്തുപുത്രൻ്റെ കഥ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ കഥ എന്ന് നമ്മൾ പറയുന്നിടത്ത് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ആ മകനെ അപ്പൻ എങ്ങനെയാണ് സ്വീകരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 15-ാമത്തെ അധ്യായത്തിൻ്റെ വേഴ്സ് 19 and 20. Luke chapter 15 verse 19 and 20. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവന് പിന്നീട് താഴോട്ട് കിട്ടുന്ന സ്വീകരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സെക്കൻഡ് ഹാൻഡ് ട്രീറ്റ്മെൻ്റ് അല്ല. എങ്ങനെ ഒരു മകനെ അപ്പൻ സ്വീകരിക്കണമോ അതുപോലെ തന്നെ വളരെ ദിവസം കാണാതെ പോയ ഒരു മകനെ തനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഉള്ള സന്തോഷത്തിൽ തന്നെ മുഴു ഹൃദയത്തോടുകൂടെ. എന്നാൽ നമ്മൾ പലപ്പോഴും ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഈ മടങ്ങി വന്ന മകനെ ഒരു ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചേനെ അല്ലേ? ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചേനെ. ആ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിട്ട് നോക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവൻ ശരിക്കും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചേനെ അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും
ഈ പിതാവ് ചോദിക്കുന്നില്ല, മുഴു ഹൃദയത്തോടുകൂടെ ഈ വ്യക്തിയെ സ്നേഹിക്കുക. ഐ ഡോണ്ട് നോ വെൻ യു സാങ് ദാറ്റ് സോങ് അമേസിങ് ഗ്രേസ്, നിങ്ങൾ ആ പാട്ട് പാടി അമേസിങ് ഗ്രേസ്, ഹാവ് യു റിയലൈസ് ദാറ്റ്? നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങളത് ചിന്തിച്ചായിരുന്നോ? ആശ്ചര്യമാം മഹാകൃപ എന്ന് നമ്മൾ പറയുമ്പോൾ ഞാനതാ പറഞ്ഞത്, ഹൗ ഡീപ്പ് ഈസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. കർത്താവ് കൃപ തന്നു, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഐ ആം ബീൻ സേവ്ഡ്, ഐ ആം ഗോയിങ് ടു ഹെവൻ. ദാറ്റ് ഈസ് വൺ തിങ് ടു സേ, ബട്ട് ഹൗ ഡീപ്പ് ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്ര ആഴമായിട്ട്, അതാ ഞാൻ പറഞ്ഞത്, ആ ക്ഷമിച്ചു കൊടുത്തു എന്ന് അപ്പം പറഞ്ഞതിനകത്ത് ഒരു തരി പോലും ഡൗട്ടില്ല. ഇവൻ്റെ തിരിച്ചുള്ള ആ ഒരു റെസ്പോൺസിന് ആ അപ്പം നോക്കി നിൽക്കാതെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ, ആൻഡ് ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫ്രം ഹെവൻ. ആ സ്റ്റാൻഡേർഡാണ് കർത്താവ് നമ്മളെ കാണിച്ചു തന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ സൗരങ്ങളെ? അത് നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്, കർത്താവേ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂപ്പർഫിഷ്യലായിരുന്നല്ലോ, വെറും അതൊരു ആഴമില്ലാത്ത നിലയിലുള്ളൊരു മനസ്സാന്തരമായിരുന്നല്ലോ കർത്താവേ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നത് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന കാര്യം. ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പൊങ്ങി വരുന്ന കാര്യങ്ങൾ. ഈസ് ഇറ്റ് റൈറ്റ്? ഇഫ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, വേർ ഇസ് എ ക്രൈ? അതിൻ്റെ പിന്നിൽ ഒരു കരച്ചിലുണ്ടോ? കർത്താവേ, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, ദിസ് ഇസ് നോട്ട് ഹൗ ഓട്ട് ടു ബി. ഇങ്ങനെ ആയിക്കൂടാ. ചിലപ്പോൾ നമ്മളതിനെക്കുറിച്ച് ബോധവാൻ പോലും ആയിരിക്കില്ല. എനിക്കറിയാം, ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരറിയുന്നത് എപ്പോഴാണ്? സ്റ്റേജ് 4 ഒക്കെ ആകുമ്പോഴാണ് അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? സ്റ്റേജ് 4 ഒക്കെ ആകുമ്പോഴാണ് ചോദിക്കും, എവിടെ സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള. ക്രിസ്തീയ ജീവിതം അങ്ങനെ ആയി പോവല്ലേ? നത്തിങ് ക്യാൻ ബി ഡൺ ബിക്കോസ് ഇറ്റ് ഈസ് സോ ബാഡ്. യു ഹവ് നോട്ട് നോൺ വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ആ ഒരു നടപ്പിൽ, ഈസ് ദ ലോർഡ്സ് ഹോളി സ്പിരിറ്റ്, ക്യാൻ ഹി സ്പീക്ക് ടു യു? നിങ്ങളുടെ ഹൃദയത്തോട് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാട്ടി കൂടുതൽ ഇറ്റ്സ് റാദർ ഐ ആം സ്പീക്കിംഗ് ടു മൈസെൽഫ്. ദൈവവചനം വായിക്കുന്നത് പോലും ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും. മറ്റുള്ളവരെ എന്താണ് അവരെ ഇന്ന് എന്താണ് പ്രസംഗിക്കേണ്ടത്, ഇന്ന് ചിലരുടെയൊക്കെ മണ്ടയ്ക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുള്ള അതല്ല. ദാറ്റ് ഈസ് നോട്ട് ദ ഹോൾ ഇൻറ്റൻഷൻ ഓഫ് റീഡിങ് ഗോഡ്സ് വേർഡ്. ദൈവവചനം വായിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, വ്യക്തിപരമാണ്. ഇറ്റ്സ് ഫോർ us. And when I read God's word, and what did the God speak to me? എന്താണ് ദൈവം എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത്? Is it deep enough? That relationship, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമേറിയ ഒരു ബന്ധത്തിലോട്ട് നമുക്ക് ചെല്ലാൻ കഴിഞ്ഞോ എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കേട്ട കാര്യം, 2-3 കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചന നമ്മൾ കേട്ടു അല്ലേ? ഒന്നെന്തായിരുന്നു? അഹങ്കാരം. 2 അസൂയ. 3 ധനമോഹം. 3 കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഈ ജഡത്തിന് നമ്മൾ ഇതിനൊക്കെ അവസരങ്ങൾ കൊടുത്താൽ നമ്മളുടെ എൻഡ് ഡ്രാസ്റ്റിക് ആയിരിക്കും, അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് നമ്മളെ ഓർപ്പിച്ചായിട്ടുള്ള കാര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കാൻ അങ്ങനെ ചേർന്ന് കർത്താവിനോട് നടക്കുമ്പോൾ കർത്താവ് ഓർപ്പിക്കുന്ന ഭാഗം ഞാൻ വായിക്കും. ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെയാണ്, chapter 5 verse 19. Galatians ലേഖനം chapter 5 verse 19. സോറി, 5:19 പോകുന്നതിന് 5:16 നമുക്ക് വായിക്കാം. Galatians chapter 5 verse 16. I say then, walk in the spirit and you shall not fulfill the lust of the flesh. Verse 16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഇത് 2 തരത്തിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ന മീറ്റിങ്ങിന് കടന്നു വന്ന് നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് എന്നെ പോലെ പ്രസംഗിക്കാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. 2 ways you can do the whole thing. One is by the flesh, the other one is by the spirit. 2 കാര്യത്തിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എല്ലാവരും പള്ളി പോകുന്ന അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ആത്മാവിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ജഡത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്ങനെ അറിയും?
ഇത് ജഡത്തിലായിരുന്നോ ആത്മാവിലാണോ എന്ന് എങ്ങനെ അറിയും? How do we know that a person is doing it in the flesh or is in the spirit? How do we know? എങ്ങനെ അറിയും? നിങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ഇത് മാവാണോ പ്ലാവാണോ എന്ന് എങ്ങനെ അറിയും? ഫലം നോക്കും. വളരെ ക്ലിയറാണ്. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് ഫ്രൂട്ട്സാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. If your life is full walking with this flesh, you will reach certain level. If you're walking with the spirit, certain level you will reach. That is what we see in 5:19 and 5:22. Can we read that verse, please? രണ്ട് വാക്യം ഒന്ന് വായിച്ചാൽ. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഇപ്പം ഞാൻ പറയാം, ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് അങ്ങ് വിടാം. അഡൽട്ടറി, ഫോർണിക്കേഷൻസ്, അൺക്ലീൻനെസ്. ഓക്കെ, ഒരു പക്ഷേ നമുക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലായിരിക്കാം ഒരു പക്ഷേ. ഐ തിങ്ക് സോ ബട്ട് ലെറ്റ് us say you come to the place where it comes to പിണക്കം, ആ ലെവലിൽ അവിടെ തൊട്ട് വായിച്ചു നോക്കിയേ. പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. ക്രോധം ഉണ്ടാവോ? നിങ്ങളുടെ വീട്ടിൽ ക്രോധം ഉണ്ടാകാറുണ്ടോ? വെൻ യു ആർ ഡീലിംഗ് വിത്ത് യുവർ കിഡ്സ്, നിങ്ങളുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ ഭാര്യയോടുകൂടെ സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ക്രോധം ഉണ്ടാകാറുണ്ടോ? ശാഠ്യം പിടിക്കാറുണ്ടോ? പിന്നെ ദ്വന്ദ്വപക്ഷം, യു നോട്ട് ഏബിൾ ടു ഡിസൈഡ് ഓൺ വിച്ച് സൈഡ്. പിന്നെ ഭിന്നത ഉണ്ടാകാറുണ്ടോ വീട്ടിൽ? അസൂയ ഉണ്ടാകാറുണ്ടോ? മദ്യപാനം, ഒരു പക്ഷേ വി സേ നോ, വി ഡോണ്ട് ഡ്രിങ്ക്. ഓക്കെ. റെവൽറി, വെറിക്കൂത്തുകളിൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഓൺ യുവർ മൊബൈൽസ്, സ്പെൻഡിങ് ടൈം ആൻഡ് നോ ടൈം ഫോർ ഗോഡ് ഉണ്ടാകാറുണ്ടോ? ഇതെല്ലാം ഉണ്ടാകുമ്പോഴും വർദ്ധിച്ചു വരുമ്പോഴും വാട്ട് എവർ മേ ബി ദി ലെവൽ, ഒരു പക്ഷേ ഓരോരുത്തർക്കും ഓരോ ലെവൽ കാണാം. ഇത് നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നെങ്കിൽ ക്ലിയറാണ് എന്താണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കാര്യം. എന്താണ്? ഫ്ലഷ്, ജഡത്തിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും ഞാൻ മോനോട് ക്ഷമിച്ചു എന്നൊക്കെ ഞാൻ പറയുന്നെങ്കിലും, പക്ഷേ എൻ്റെ ഉള്ളിൽ ക്രോധം, അടുത്ത പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പം ക്രോധമാണ് ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്നതെങ്കിൽ ക്ലിയർ. അതിന് പ്രത്യേകിച്ച് പ്രവചനം വേണോ? വേണ്ട. വെരി ക്ലിയർ, ഇറ്റ് ഇസ് വെരി ക്ലിയർ. കർത്താവിൻ്റെ വചനം വളരെ ക്ലിയറാണ്. അപ്പം ദൈവത്തിൻ്റെ സന്നിധി ദൈവം പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല എന്നാണോ ദൈവത്തിനും പറയുന്നത്? എന്താ പറയുന്നത്? ഇങ്ങനെ പറയുന്നത് എന്തോ ചെയ്യാനാ സഹോദരൻ, നമ്മൾ ജഡത്തിലല്ലയോ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തില്ല. എന്താ സഹോദരിമാരാരെങ്കിലും ഒന്ന് വായിച്ചേ, ഇങ്ങനെ ചെയ്താ എന്തു ചെയ്യും? ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാ ആക്കുമെന്നോ? ആക്കുകയില്ല. സോ യു വോണ്ട് ടു കണ്ടിന്യൂ ഇൻ ദിസ് തിങ്സ്. നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദൈവവചന പ്രകാരം such things will not inherit the kingdom of God. Those who practice such things will not inherit the kingdom of God. അപ്പം അത് ക്ലിയറാണ്. അപ്പം ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുകയാണ്, ഓ ഇത് സാരമില്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ. ആൻഡ് നൗ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സൈഡ് ഓഫ് ഇറ്റ്? ഇതിപ്പോൾ രണ്ട് സ്ട്രീംസാണ്. വൺ ഈസ് യു വാക്ക് ഇൻ ദ ഫ്ലഷ്, ദി അതർ ഈസ് വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് എളുപ്പമല്ല മനസ്സിലാക്കാൻ, ഇംഗ്ലീഷിൽ എളുപ്പമാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പം ആ സ്പിരിറ്റിന് എന്താ എസിൻ്റെ അവിടെ ക്യാപിറ്റൽ എസ് ആണ്. സോ വി നോ ദാറ്റ് ഈസ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദി ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കും ഒരു സ്പിരിറ്റുണ്ട്. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്കും സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വീണ്ടും ജനനത്തിൽ കൂടെ തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് നമ്മൾ ജോൺ ചാപ്റ്റർ 14 നിന്ന് ആരാ സാക്ഷ്യം പറഞ്ഞു? യു റെഡ് റൈറ്റ്? സോ ഗോഡ് വിൽ ഗിവ് യു വാട്ട്? ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, റൈറ്റ്?
That's what he said. So ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആർക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ അവകാശം വീണ്ടും ജനിച്ച ഒരു പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുമ്പോൾ അവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അവസരം കൊടുക്കുകയാണ്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് യു ക്യാൻ ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലൈഫ്. ഇത് രണ്ടും രണ്ട് ജീവിതമാണ്, നമ്മൾ തിരിച്ചറിയണം. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജഡത്തെ ജീവിക്കുന്നു, അത് വീണ്ടും ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ നിലയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ജനിക്കാതിരുന്നാൽ ഹീ ക്യാൻ കണ്ടിന്യൂ ദ സെയിം വേ. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ആത്മാവിൽ നടക്കുന്നു എന്ന് പറയുകയും ഈ കാര്യങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ഇടേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പെഷ്യലായിട്ട് അവനെ എക്വിപ്പ് ചെയ്യുകയാണ് ടു ലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആൻഡ് നൗ ദ ലോർഡ് സേസ് യു ക്യാൻ വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ഈ വാക്ക് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമൊന്നും അല്ല. അത് നോർമലായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തുകയാണ്. ദൈവം എന്നെ ബലപ്പെടുത്തുകയാണ്. പക്ഷെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് ഐ ഹാവ് ദ വിൽ ഓൺ മീ ഈവൻ ടുഡേ. ഇന്നും എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് എന്ത് കാര്യങ്ങളും തീരുമാനിക്കാം. കർത്താവിനോട് പറയാം, കർത്താവ് കാര്യമൊക്കെ ശരി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നോ, ഐ എം നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ്. ഐ ക്യാൻ സേ ദാറ്റ്. God is not controlling my will. So when I say here, the Lord says, if you are walking by the Spirit, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ നടത്തപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ടാവും, ചില ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. എന്താ ഔട്ട്പുട്ട് ഉണ്ടാവും എന്നാ പറഞ്ഞേ? എന്താണ് ഔട്ട്പുട്ട്? സ്നേഹം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാവും. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം? ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, പിന്നെ ദീർഘമായിട്ട് ക്ഷമിക്കാൻ പറ്റും, ദയ ഉണ്ടാവും, പരോപകാരം ഉണ്ടാവും. പരോപകാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ കർത്താവെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമല്ല, I'm concerned even about the other brother who is sitting next to me. I'm concerned about the sister who is sitting next to me. അത് നമ്മളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു പ്രിയ സഹോദരി സഹോദരങ്ങളെ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ദൈവത്തിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത് അതൊരു ക്ലീഷ്യ അല്ല, അതൊരു ജസ്റ്റ് ഒരു ഫ്രേസ് അല്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്. അതൊരു വ്യത്യാസം വരുത്തലാണ്. ആ വരുത്തലെന്ന് പറയുന്നത് എങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്ന വ്യത്യാസമാണ്. ദാറ്റ് ചേഞ്ചസ് ദ ഹോൾ നേച്ചർ ഓഫ് അവർ ലൈഫ്. അതുകൊണ്ടാണ് പറയുന്നത്, അന്ന് വരെ ഞാൻ ഇങ്ങനെ ആയിരുന്നു, പക്ഷെ വീണ്ടും ജനിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ജഡത്തിൽ ജീവിക്കുന്നവൻ ഇങ്ങനെയാണ്, പക്ഷെ ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നടക്കേണ്ടത് ഇങ്ങനെയാണ്. So when you are saying that I'm being born again, I'm in walking with the Lord in the Spirit, I need to have in my life these things. ഇത് കാണാതെ വരുമ്പോൾ പരീക്ഷന്മാരോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് നമ്മളോടും പറയേണ്ടി വരും. അവർ പറയുന്നതൊക്കെ റൈറ്റാണ്, പക്ഷേ ചെയ്യുന്നതനുസരിച്ച് ചെയ്യല്ലേ. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. So now I'm asking you, is it increasing in your life? I'm not saying that the day one you are born again and you have all these fruits in your life immediately. But is it increasing? അത് വർദ്ധിക്കുന്നുണ്ടോ? അത് കാണാതെ വരുമ്പോൾ ദൈവസന്നിധി ചെന്നുള്ളൊരു കരച്ചിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ലോർഡ്, this is not how it's supposed to be in my life. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഇങ്ങനെ പോയാൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള പോക്കല്ല ഇത്. ആ വാക്യം ഒന്ന് വായിച്ച് 5:22 ഒന്നുകൂടെ വായിച്ചേ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വായ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും പിന്നെ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല ഞാൻ എന്നുള്ളത്. കൃപയ്ക്കായതിനായിരിക്കുന്നതുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. അതുകൊണ്ട് എനിക്ക് ന്യായപ്രമാണവും ചെയ്യണ്ട,
കൃപയ്ക്ക് അതിനകത്ത് ഒരു ന്യായപ്രമാണവും ഇല്ലാത്ത നിലയിലോട്ട് പോകുന്ന നിലയിലല്ല ഇവിടെ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന നിലയിൽ ദൈവത്തിൻ്റെ ഈ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പിന്നെയും ഐ എം റിയലി ആസ്കിങ് യു, ഈസ് യുവർ ഹോം എ ഹോം ഫിൽഡ് വിത്ത് ലവ്? സ്നേഹം നിറഞ്ഞ ഒരു കുടുംബമാണോ നിങ്ങളുടെ കുടുംബം? ആണോ? സ്നേഹം നിറഞ്ഞൊരു കുടുംബമാണോ? ഐ എം നോട്ട് ദേ, ഐ നോ ദാറ്റ് സം ഓഫ് യു ആർ, നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആർ നോട്ട് ഇൻ ദ ഫെയ്ത്ത്, ലീവ് ദം. പക്ഷേ രണ്ടുപേരും വിശ്വാസത്തിലാണ് ആയിരിക്കുന്ന കുടുംബത്തിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഈസ് യുവർ ഹൗസ് ഫിൽഡ് വിത്ത് ലവ്? ഈസ് യുവർ ഹൗസ് ഫിൽഡ് വിത്ത് ജോയ്? കർത്താവിലുള്ളൊരു സന്തോഷം. അത് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ സ്നേഹം മാനുഫാക്ചർ ചെയ്യാനായിട്ട് കുറച്ച് ഫോർമുലാസൊക്കെ തന്നേച്ച് അങ്ങനെയൊന്നും അല്ല അപ്പോസ്റ്റലന്മാർ പറഞ്ഞേ. എന്ത് പറഞ്ഞു? ഒരൊറ്റ കമാൻഡേ പറഞ്ഞുള്ളൂ. എന്താണ് ആ കമാൻഡ്? വാക്ക് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇങ്ങനെയായിരിക്കണം, നിങ്ങൾ രാവിലെ എഴുതിയേക്കുമ്പോൾ നിൻ്റെ വൈഫിനോട് ഐ ലവ് യു പറയണം, ഹസ്ബൻഡിനായ എന്നാലേ സ്നേഹം ഉണ്ടാകത്തുള്ളൂ, കുഞ്ഞുങ്ങളോടെല്ലാം ഐ ലവ് യു പറയണം. അതൊക്കെ ചില യു മേ ഹാവ് ടു സേ ഇഫ് യു ഹാവ് ടു ഡു ഇറ്റ്. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലൊരു ക്രിയ ചെയ്യുകയാണ്. The Lord's Holy Spirit is going to do a work in our life and that is going to change. പക്ഷേ അതിന് ഹൃദയത്തിലൊരു കരച്ചിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ലോർഡ്, എങ്ങനെ ആയിക്കൂടാ? കയ്പ് കാണുമ്പോൾ, കയ്പിൻ്റെ വേര് കാണുമ്പോൾ, കർത്താവെ അതിങ്ങനെ പൊക്കൂടാ. Immediately repent when I see the flesh is still being active. The flesh is taking place in my life. എൻ്റെ ജീവിതത്തിൽ ജഡത്തിന് സ്ഥലങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് കഴിയണം, കർത്താവെ എന്നെ സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവെ എനിക്ക് മുമ്പോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഈസ് ദ ഹോളി സ്പിരിറ്റ് റിയലി വർക്കിംഗ് ഇൻ യുവർ ലൈഫ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ വർദ്ധിക്കുന്നുണ്ടോ? ആ നിലയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ടോ? യെസ്, ഐ ക്യാൻ സേ കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ആൻഡ് ദിസ് ഇയർ, ദ ലോർഡ്സ് ഹോളി സ്പിരിറ്റ് ഹസ് ഡൺ എ ട്രെമൻഡസ് വർക്ക് ഇൻ മൈ ലൈഫ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുമോ? അതോ പറയോ പ്രായം കൂടുന്നതനുസരിച്ച് അദ്ദേഹത്തിന് മുഷേട്ട കൂടുന്നതല്ലാതെ കുറയുന്നില്ല? കൃപയിൽ വർദ്ധിക്കേണ്ടതിന് പകരം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നൊക്കെയാണ് സാക്ഷ്യം പറയുന്നത്. അത് ലോകത്തിൽ പറയുമെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവം പറയേണ്ട സാക്ഷ്യം ഇതായിരിക്കണം, കർത്താവെ ഡേ ബൈ ഡേ ഹീസ് റിയലി ബീങ് ഫിൽഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് അപ്പോസ്തലന്മാർ പറയുകയാണ്, യെസ്, ദിസ് വിൽ വർദ്ധിച്ചു വരുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ആൻഡ് അഗെയിൻ ഐ എം ടെല്ലിങ് യു, ഐ എം നോട്ട് ടെല്ലിങ് യു ടു മാനുഫാക്ചർ ദിസ്. ഇത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് ടെക്നിക്കല്ല ഞാൻ പറയുന്നത്. അപ്പോസ്തലന്മാർ ഒറ്റ കമാൻഡാണ് പറയുന്നത്. വേഴ്സ്, can we read the next verse? It says verse 24, 24-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. എപ്പോൾ ക്രൂശിച്ച് തുടങ്ങിയതാണിത്? എപ്പോഴായി തുടങ്ങി? വീണ്ടും ഓൺ ദ ക്രോസ് വെൻ യു സ്റ്റാർട്ടഡ് യുവർ ലൈഫ്. ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകാനായി തീരുമാനിച്ച ആ നാൾ മുതൽ ഐ ഹാവ് ടേക്കൺ എ പൊസിഷൻ, ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ. ഇസ് ദിസ് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ I have crucified. ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. And that position still stands. ഇന്നും ജഡത്തിന് അവസരങ്ങൾ കൊടുക്കാതെ, പക്ഷെ ജഡം എവിടെയും പൊങ്ങി വരുന്നുള്ളത് സത്യമാണെങ്കിലും ആ സമയത്ത് we have to understand, Lord, this is the position, you have to help me. കർത്താവേ എന്നെ സഹായിക്കണം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇഫ് യു ലീവ് ഇൻ ദിസ്, അടുത്ത വാക്യം 25-ാമത്തെ വാക്യം, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. If we live in the spirit, let us also walk in the spirit. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ആത്മാവല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വാക്കിംഗ് എന്ന് പറയുന്നത് വെറുതെ, ഇപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നാൽ നടക്കുമോ? നടക്കത്തില്ല. ഐ ഹാവ് ടു വാക്ക്, ഐ ഹാവ് ടു ഡിസൈഡ്. എനിക്ക് ചിന്തിക്കണം, ഞാൻ ബോധപൂർവം ഞാൻ ചിന്തിക്കുകയാണ്. ഐ ഹാവ് ടു വാക്ക്.
ഞാൻ നടന്നേ പറ്റൂ. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുക. ഐ വോണ്ട് ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ലോർഡ്, യു സ്ട്രെങ്തൻ മീ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരവസ്ഥ. പ്രൈസ് ദ ലോർഡ്. ആൻഡ് that is the life the Lord is talking about. That is the change the Lord is talking about. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പുതിയൊരു ചർച്ചിലോട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്റ്റൈലൊക്കെ മാറി, പാട്ടിൻ്റെ സ്റ്റൈലൊക്കെ മാറി, നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈലൊക്കെ മാറി, നമ്മുടെ വസ്ത്രധാരണയുടെ സ്റ്റൈലൊക്കെ മാറി. This is what we think about. No, that's not what it is. This is what the change the Lord have to bring. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ this is what really happens. എൻ്റെ ജീവിതത്തിൽ കർത്താവേ ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. When I'm really going through the difficult situation in my life, when I'm being filled in the Spirit, I behave differently. There's one example I want to show you. Acts chapter 7. അപ്പോസ്തല പ്രവൃത്തികളുടെ 7-ാം അധ്യായം verse 54 and 55. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവം മഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. The situation, എന്താണ് സിറ്റുവേഷൻ? The situation ഇതാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓപ്പണൻറ്റ് എന്താണ്? They heard these words, they cut to the heart and they gnashed at him with the teeth. അവരുടെ നേരെ പല്ല് കടിച്ചു വരുന്ന അവസ്ഥ. നിങ്ങളുടെ നേരെ ആരെങ്കിലും പല്ല് കടിച്ച് വരാറുണ്ടോ? നിങ്ങളുടെ നേരെ ആരെങ്കിലും പല്ല് കടിച്ച് വരാറുണ്ടോ? വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്? തിരിച്ചും അതുപോലെ പല്ല് കടിക്കും. അങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യണേ? അതോ the next verse, filled in the Spirit, ആത്മാവിൽ he is filled in the Spirit, and then what happens? He says, and being filled in the Spirit, full of the Holy Spirit, he is not behaving in his flesh now. അവൻ്റെ ജഡത്തിലല്ല അവൻ ആ റെസ്പോൺസ് കാണിക്കുന്നത്. ആ റെസ്പോൺസ് എവിടെ നിന്ന് വരുന്ന റെസ്പോൺസാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുണ്ടാകുന്ന റെസ്പോൺസാണ്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ഏത് സാഹചര്യങ്ങളിലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇൻ ദ ഫ്ലഷ് ഓർ ഇൻ ദ സ്പിരിറ്റ്? ഇൻ ദ സ്പിരിറ്റ്. വെൻ വി റെസ്പോണ്ട് ഇൻ ദ സ്പിരിറ്റ്, ഇങ്ങനെ പല്ല് കടിച്ച് വരുന്ന സാഹചര്യങ്ങളിലും നമ്മൾ ആത്മാവിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആ കാണുന്ന വ്യത്യാസം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ കാണിക്കുന്നു, and he saw the glory of God. ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ടും Jesus standing on the right hand of God and said, look, I see the heaven opened and Son of Man standing at the right hand of God. അവനക്ക് സ്വർഗം കാണാനായിട്ട് പറ്റി. ആ സാഹചര്യത്തെ വേറൊരു രീതിയിൽ കാണാനായിട്ട് പറ്റി. കർത്താവ് യേശു ക്രിസ്തു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ട് പറ്റി. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ്റെ മുഴു ശക്തിയും എടുത്ത് അതിനുവേണ്ടി നിന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഫിൽഡ് ഇൻ ദ സ്പിരിറ്റ്. സ്വരങ്ങളെ, നമ്മളെ വിളിച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് ലൈഫിന് വേണ്ടിയാണോ? അല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇതേ ലൈഫിന് വേണ്ടിയാണ്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ബീങ് ഫിൽഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നിറഞ്ഞ് മുമ്പോട്ട് പോകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ റോമൻസ് ചാപ്റ്റർ 11 verse 36. ഞാൻ 11:36 തൊട്ട് വായിക്കാൻ കാര്യം ആ ഡിഫറൻസ്, അതൊരു കണ്ടിന്യൂവേഷനാണ്. അതുകൊണ്ടാണ് 36 തൊട്ട് വായിച്ചാണ്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. ചൊവ്വാഴ്ച നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടു. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഫോർ ഹിം, ഇറ്റ് ഈസ് ഫോർ ഹിം ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ഹിം. അവനിൽ കൂടിയാണ്. ഇനി ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം? ടു ഹിം ഓൾ തിങ്സ്. അവന് വേണ്ടിയാണ് സകലമായിരിക്കുന്നത്. ഞാൻ ഓടുന്ന ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടി. നിൽക്കുന്ന ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടി. ആർക്കാണ് മഹത്വം? അവന് വേണ്ടിയാ. ഇതെല്ലാം അവനായിരിക്കുന്നത് കൊണ്ട്, എല്ലാം അവങ്കിലേക്കായിരിക്കുന്നത് കൊണ്ട്, അവനിൽ നിന്നുമായിരിക്കുന്നത് കൊണ്ട്, therefore, അതുകൊണ്ട്. അടുത്ത വാക്യം, ചാപ്റ്റർ 11 ആൻഡ് ചാപ്റ്റർ 12 എഴുതിയപ്പോൾ ഒന്നിച്ചായിരുന്നു.
പലയിടത്തും നമ്മൾ ആ സെപ്പറേഷൻ നമുക്ക് പിന്നീട് ലേറ്റർ ഓൺ ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ 11, 12 ഒന്നും ഇട്ടല്ല അപ്പോസ്തലന്മാർ എഴുതിയത്. പിന്നീട് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് എഴുതിയതാണ്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ. അപ്പം പലപ്പോഴും അസ്ഥാനത്ത് കൊണ്ട് നിർത്തിയാൽ അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ. മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 11, 36, 12, 1, 2 എല്ലാം കണ്ടിന്യൂവേഷനാണ് അല്ലേ. അപ്പോൾ 11, 36, 12, 1, 2 കൂടെ ഒന്നിച്ച് ചേർത്ത് വായിച്ചേട്ടെ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് therefore you're talking about a two kind of worship. നമുക്കറിയാം സാധാരണഗതിയിൽ ആരാധന എന്ന് നമ്മൾ പറയുമ്പോൾ അധരങ്ങൾ കൊണ്ടുള്ള ആരാധന മാത്രമേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയുള്ളൂ. അധരങ്ങൾ എന്ന് പറഞ്ഞൊരു ആരാധനയുണ്ട്. എബ്രായലേഖനം 13-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. ദാറ്റ് ഈസ് വൺ സൈഡ് ഓഫ് ഇറ്റ്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വേറൊരു ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? നമ്മളുടെ അവയവങ്ങളെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കണം. ദ ലിവിങ് ആസ് എ ലിവിങ് സാക്രിഫൈസ് അണ്ടർ ദ ലോർഡ്, പ്രസൻറ്റ് അവർ ബോഡീസ് എ ലിവിങ് സാക്രിഫൈസ് ഹോളി acceptable to God, which is our reasonable service. നമ്മുടെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവസന്നിധി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, he says as a living sacrifice, ഒരു ജീവനുള്ള യാഗമായി വിശുദ്ധമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്. Now you understand that. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും, ഇപ്പം ഞാനീ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ വെക്കട്ടെ. ഞങ്ങൾ തമ്മിലുള്ളൊരു വിഷയം, ആ വിഷയം സൂപ്പർഫിഷ്യലി ഞങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്തു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഞങ്ങൾ അടുത്ത ഒരു ഇൻറ്ററാക്ഷൻ്റെ സമയത്ത് മനസ്സിലായി ഈ സംഭവം ഈ പറഞ്ഞ നിലയിലൊന്നും സെറ്റിലായിട്ടില്ല, അടിയിൽ ഒത്തിരിയും കൂടെ കിടപ്പുണ്ടെന്ന് മനസ്സിലായി. കാരണം അന്നേരം പൊങ്ങി വന്നത് കണ്ടപ്പോൾ മനസ്സിലായി, ചിന്തകളൊക്കെ വന്നപ്പം ദേഷ്യവും ശാഠ്യവും ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ആത്മാവിലുള്ള നടത്തമല്ല എന്ന് മനസ്സിലായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയണം, therefore do your life how? As a living sacrifice. അപ്പം ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവേ എനിക്ക് പക്ഷേ ഇതൊക്കെ പറയാനും ചെയ്യാനും ഒക്കെ ന്യായമായ കാരണങ്ങളുണ്ടെങ്കിലും പക്ഷേ ഞാൻ എൻ്റെ യാഗപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ ഉണ്ടോ? എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് പൂർണ്ണമായ അധികാരങ്ങളൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ വേണേലും നമ്മുടെ ജീവിതങ്ങളെ ഒക്കെ നമുക്ക് കൊണ്ടുപോകാമെങ്കിലും എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ യാഗപീഠങ്ങളിൽ ജീവനുള്ള യാഗമായി വിശുദ്ധരായ കർത്താവിൻ്റെ സന്നിധിയിൽ, ദാറ്റ്സ് എ റീസണബിൾ സർവീസ് വി ഹാവ് ടു ഡു. അപ്പം മീറ്റിങ്ങിൽ വരുമ്പോഴും നമ്മളല്ലാതെ ഇരിക്കുമ്പോഴും നമ്മൾ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് ചെയ്യണം. വി ഷുഡ് ഡു ഇറ്റ്. ദാറ്റ്സ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ അതുകൊണ്ട് മാത്രമായിട്ട് കാര്യമായില്ല. നമ്മുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറ്റ് ഷുഡ് ബി ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ ടു ഗോഡ്. അവിടെ കർത്താവിൻ്റെ കൂടെ ആ നിലയിൽ നടക്കണം. അപ്പോൾ അത് നടക്കാത്ത പക്ഷം എൻ്റെ ആദ്യത്തെ ആരാധന മാത്രമാണെങ്കിൽ again the Lord is not happy. കർത്താവ് പറയുന്നത് നിൻ്റെ ജീവിതവും ഇതുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നില്ല. അവർ പറയുന്നത് പോലെ ചെയ്യണം, പക്ഷേ ചെയ്യുന്നത് പോലെ ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞതുപോലെ നമ്മളോടും പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഹാവ് ടു കറസ്പോണ്ട്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ അധരങ്ങൾ കൊണ്ടും എൻ്റെ ഹൃദയത്തിലെ എൻ്റെ അവയവങ്ങൾ കൊണ്ടും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം, എൻ്റെ പാദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം, എൻ്റെ വാ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം, എൻ്റെ ചിന്തകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം, എൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ഇതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. And then it says, therefore do not be conformed to this world. ഈ ലോകത്തിന് അനുരൂപമാകരുത്. എന്താണ് ഈ ലോകത്തിന്? കാരണം ഈ ലോകം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് നമ്മളുടെ ജീവിതത്തിലുണ്ട്. സോ സെറ്റ് ദ സ്റ്റാൻഡേർഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ്. ഞാൻ അതുകൊണ്ടാണ് പിന്നെയും എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നത്, റീഡ് ഗോഡ്സ് വേർഡ്. റീഡ് ഗോഡ്സ് വേർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ദൈവവചനം വായിച്ചെങ്കിൽ
ഞാൻ കൈപൊക്കാൻ പറയുന്നില്ല. ഇന്ന് നിങ്ങൾ ദൈവവചനം വായിച്ചായിരുന്നു. നിങ്ങൾ ദൈവം വായിച്ചെങ്കിൽ ദൈവം നിങ്ങളോട് ഇന്നെങ്കിലും സംസാരിച്ചായിരുന്നു. അല്ല പോട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചായിരുന്നു. Allow the light of the Lord to run through you. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം അടിക്കുവാനായി അനുവദിക്കുക. നിങ്ങളൊരു ഇരുട്ടുള്ള മുറി കയറിയേച്ച് ലൈറ്റ് ഇടാതിരുന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും പറയാം. പക്ഷേ സ്വിച്ച് ഓൺ ദ ലൈറ്റ്, യു അണ്ടർസ്റ്റാൻഡ്, യു സീ ദാറ്റ് അവിടെ മാറാലയുണ്ട്, അവിടെ പല ക്ഷുദ്രജീവികളുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾ ലൈറ്റ് ഇടാത്ത കാലത്തോളം യു വിൽ നോട്ട് സീ എനിത്തിങ് ഓഫ് ഇറ്റ്. യു സീ ഐ എം ഗുഡ്. പക്ഷേ once you switch on the light of the Lord, when you come under the scrutiny of the Lord, then you understand, Lord, there is a lot more. കർത്താവ്, ഞാൻ ചിന്തിച്ചെന്നില്ല, ഞാൻ വിചാരിച്ചു ഇതൊക്കെ എല്ലാം സെറ്റിൽഡ് ആണ്, എവറിത്തിങ് ഈസ് ഗുഡ്, ഐ എം ഗുഡ്, ഐ എം എ ഗുഡ് ക്രിസ്ത്യൻ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹസ് റിയലി ടോട്ട് മീ ഐ എം നോട്ട് ദാറ്റ് ഗുഡ്. കർത്താവെ, ആ നിലയിൽ കർത്താവെ ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുവാനായിടയായത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവം. എന്നിട്ട് കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, and then he says, be transformed in your mind. It's a process. Be transformed by the renewing of your mind. That is not a one day process. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല അത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കർത്താവിൻ്റെ വചനം, ആ വെള്ളം നമ്മുടെ ജീവിതത്തിൽ ഒഴിക്കുന്നിടത്തോളം നമ്മൾ ക്ലീനായി പോകൊണ്ടേയിരിക്കും. ആ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പലരെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തനം 23 ഒരു വിടുതലില്ല. കാരണം എന്നാണെന്നറിയാമോ? ബിക്കോസ് ദാറ്റ്സ് സംതിങ് വിച്ച് സംബഡി ടോട്ട് us when we were very young. ഒരു എഫേർട്ട് ഒന്നും വേണ്ട. ഇന്ന് നമുക്ക് കർത്താവിനൊന്നും ചോദിക്കണ്ട. ആസ്ക് God, Lord, what is special today for me? കർത്താവെ, ഇന്ന് നീ എന്നോട് സംസാരിക്കാനുള്ളത് കർത്താവെ എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണമേ. And then the Lord speak to you. And then it says that you may prove what is that good, acceptable and perfect will of God. കർത്താവെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതായിരിക്കും. കർത്താവെ, ഞാനിവിടെ നിന്ന് ഓട്ടം ഓടി തികച്ചു പോകുമ്പോൾ എല്ലാവരുടെയും ഈ ശവപ്പെട്ടിയുടെ പുറത്ത് എല്ലാവരും എഴുതാൻ നല്ല ഓട്ടം ഓടി തികച്ചു. നല്ല ഓട്ടം ഓടി തികച്ചോ ഇല്ലയോ എന്നുള്ളത് ആര് പറയണം? തമ്പുരാൻ പറയണം, അല്ലേ? തമ്പുരാൻ വെച്ചിരിക്കുന്ന ഓട്ടം A to B ആണെങ്കിൽ ഞാൻ B to C ആണ് ഓടിയെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ നല്ല ഓട്ടം ഓടി തികച്ചു? ഞാനും ഓടി, എല്ലാവരും ഓടി. പക്ഷേ കർത്താവെ, നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥന, നമുക്ക് ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന, ദൈവത്തോടും കർത്താവെ, prayer is to Lord, your will is good and acceptable and the perfect will of God, that you may prove what it is. കർത്താവെ, അത് ദൈവത്തിൻ്റെ ആ പരിപൂർണമായ ഒരു ഹിതം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ഒരു ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ടോട്ടലി എ ഡിഫറെൻറ്റ് ലൈഫ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു സബ്സ്റ്റാൻഡേർഡ് ലൈഫിനെ കുറിച്ചല്ല കർത്താവ് വിളിച്ചിരിക്കുന്ന ആ ഒരു വീണ്ടും ജന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആ പുതിയൊരു ജീവൻ്റെ സമൃദ്ധിയിൽ നടക്കാൻ ആ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And do not be happy with only a substandard life. He says, okay Lord, everything is going fine. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, കർത്താവെ ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്നൊരു മനസ്സല്ല. എന്നാൽ കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഓരോ വ്യക്തിജീവിതങ്ങളായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിലെവിടെയെങ്കിലും കോട്ടം കാണുമ്പോൾ ദൈവസേന ചെന്ന്, കർത്താവെ, ഐ റിയലി വോണ്ട് ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ഇങ്ങനെയല്ല, ഇറ്റ് ഓട്ട് നോട്ട് ടു ബി സോ. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ് വേഴ്സ്. ജെയിംസിലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു ഭാഗമുണ്ട്, 3-ാമത്തെ അധ്യായം വേഴ്സ് 14, 3-14. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഓഷ്കു പറയുകയും അരുത്. When we see that ആ ഒരു അങ്ങനത്തെ ഓരോ കാര്യങ്ങളും, ഐ എം ജസ്റ്റ് ടെല്ലിങ് വൺ എക്സാമ്പിൾ. ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ വിഷയവും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ഒരു ഇഷ്യൂ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പം ഡോണ്ട് ജസ്റ്റ് ബോസ്റ്റ് അബൌട്ട് ഇറ്റ്. സേ ലോർഡ്, ബി ഹോണസ്റ്റ്. കർത്താവെ, സഹായിക്കണം. ഐ റിയലി വോണ്ട് യു ടു വർക്ക് ഇൻ മൈ ലൈഫ്. നോട്ട് വെൻ ഇറ്റ് ബിക്കംസ് എ വെരി ബാഡ് സിറ്റുവേഷൻ ആയി കഴിയുമ്പോഴല്ല ഞാനൊരു ട്രീറ്റ്മെൻറ്റിനായി ദൈവസന്നിധിയിൽ പോകുന്നത്. നിങ്ങളുടെ അടുക്കൽ സത്യം പറയുന്ന ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, അല്ലേ? എനിക്കറിയത്തില്ല. അറിയണോ, നല്ലൊരു നിങ്ങൾ ചെല്ലുമ്പോൾ പറയാം നിങ്ങൾക്ക് ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇത്ര ഷാർപ്പായിട്ട് പറയുന്ന ഡോക്ടേഴ്സാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല.
പക്ഷേ the truth, even if it is bad, but we have to take it. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ, you are walking in the flesh, it is not good. It can cause you to death. If you are walking in the spirit, it will be life in abundance. കർത്താവ് നമ്മളെക്കുറിച്ച് വിളിച്ചിരിക്കുന്ന ആ ഒരു കമാൻഡ് പിന്നെയും വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആ ഒരു വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ചാപ്റ്റർ 5 വേഴ്സ് 16, 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. That's a command. Walk in the spirit. That's a command. നമ്മളേത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് പോലെ അതൊരു ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആ ആത്മാവ്, വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവ് നമ്മളെ എക്യുപ്പ് ചെയ്യുമ്പോൾ, അതിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, കർത്താവെ അതിൽ താല്പര്യമില്ലാതെ, when we read the verse about abiding in the Lord, കർത്താവിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് താല്പര്യമില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, you walk in the flesh. And you walk in the flesh, you land up in disaster. നമുക്ക് ദൈവത്തോട് പറയാം, I really want to thank God. കർത്താവെ, നമ്മുടെ ചർച്ചിലെ ഓരോ സഹോദര സ്ഥാനങ്ങളും, this is what I want to really see. ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഓക്കെ വെൻ വി ഹാവ് ഡിഫറെൻറ്റ് അൺസർട്ടനിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അൺസർട്ടനിറ്റീസിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ഫലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ സഹായിക്കണമേ.